എല്ലാവർക്കും നമസ്തേ. ഇന്നത്തെ പാചക കലാകാര്യത്തിൽ എന്താണ് ഏതാണ് എന്നുള്ളത് പാടുമല്ല, ഞാൻ പറയും. അപ്പോൾ ഇന്നത്തെ പാചക കലാകാര്യത്തിൽ ഇപ്പൊ നമുക്ക് സുലഭമായി കിട്ടുന്ന, അധികം വിലയില്ലാത്ത, എന്നാൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലാത്ത, എന്നാൽ എണ്ണയുടെ ആവശ്യമുള്ള, എണ്ണയ്ക്ക് പകുതി കാശേ ഉള്ളൂ, നേരെ പകുതി. എന്താ പെട്ടെന്ന് അങ്ങോട്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് ദൈവത്തിനറിയാം അല്ലെ. സ്വാഭാവികമായിട്ട് കുറേശ്ശെ കൂടുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കണക്കനുസരിച്ചാണ് വിചാരിക്കാം. ഇതെന്താ? തേങ്ങ ഇല്ല നമുക്കേ. കൃഷി ചെയ്യാൻ നേരം നമുക്കുണ്ട്, നമ്മൾ പറക്കല്ലേ നാട്ടില്. അതിപ്പോ പറഞ്ഞ കാര്യമില്ല, ജോലി എവിടെയാണോ കിട്ടുന്നത്. തേങ്ങ ഇല്ലാണ്ടായി, അത് തേങ്ങ ഇട്ട് നമുക്ക് എന്നാ നമുക്ക് തേങ്ങ ഇല്ലാണ്ട് പറ്റിയില്ല. വെളിച്ചെണ്ണ ഇല്ലാണ്ട് ജീവിതം. എല്ലാ ആയുർവേദ മരുന്നുകളിലടക്കം വെളിച്ചെണ്ണ അത്യന്താപേക്ഷിതം. നമ്മള് അവിയലും മോലനും സ്റ്റൂവും കാളനും ഒക്കെ അതിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാത്തിനും വെളിച്ചെണ്ണ വേണം, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സാധനം നിലനിർത്താൻ നമുക്ക് താല്പര്യമില്ല. കേര നിരകളാടും എന്നൊക്കെ പറഞ്ഞതൊക്കെ മാറിപ്പോയി. എന്റെ പൊന്നോ, ഞാൻ തർക്കിക്കാനില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഓട്ടുരുളിയിൽ ഉരുളി ഒന്ന് കാണിക്കട്ടെ. സ്വർണ്ണ കളറുള്ള നമ്മുടെ ഓട്ടുരുളിയിലേക്ക് നല്ല എള്ളെണ്ണ ഒഴുകിയാണ്. ഒഴിച്ചു. എന്തുട്ടിനാ കണ്ണേട്ട ഇപ്പൊ എള്ളെണ്ണ ഒഴിച്ചിട്ട് എന്തുട്ട് തേങ്ങ ഉണ്ടാക്കണേ? തേങ്ങയല്ല, തേങ്ങ ഇനി കളിയാക്കാൻ പാടില്ല. തേങ്ങക്ക് എന്താ വില അല്ലേ? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത്, ആ പാചക വിദഗ്ധൻ, ആ പ്രശസ്തനായ പറവൂർ കണ്ണഞ്ചിനാഥ് കലാകാരൻ അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉഗ്രൻ വിഭവമാണ് നെല്ലിക്ക. നെല്ലിക്ക എനിക്ക് വലുതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനെല്ലാ പാറും അതൊക്കെ അരിഞ്ഞു തന്നു. 3 ദിവസം മുൻപ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു വലിയ ഭരണി എടുത്തിട്ട് അതിൽ നെല്ലിക്ക ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പിട്ട് കലക്കി അങ്ങ് വയ്ക്കുക. 3 ദിവസം കഴിയുമ്പോൾ അത് ഉപ്പ് പാകത്തിനായി. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഈ നെല്ലിക്ക നമുക്ക് വറുത്തെടുക്കാം. നല്ല ബോറടിക്കുന്നുണ്ടോ? ചെറുതായിട്ട് സഹിക്കാം. പാറുവിന് മടി, ഉടുപ്പിടാനായി ഒരുങ്ങണ്ടേ, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. എനിക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ല, ചെച്ചപ്പോ നമ്മൾ സുന്ദരനായതുകൊണ്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല എന്റെ ചങ്കെ. അപ്പൊ ഇനി അതൊന്ന് കാണിക്കുവാ. നെല്ലിക്ക ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞു വെച്ചതാ. ആഹാ, ഇത് നോക്കൂ. ഉപ്പിലിട്ട നെല്ലിക്ക. വായില് വെള്ളം വന്നിട്ട് കൊതിയിട്ടിട്ട് എന്റെ വയറ് കേടായി അടി കിട്ടും. വീട്ടിൽ വന്ന് ഈ ചട്ടക ഞാൻ ചൂടാക്കി വെക്കും. ഏത് ചട്ടക? ആ ചട്ടകോ? കത്തിപ്പോവുള്ളൂ. ഇതിങ്ങനെ എണ്ണയിലേക്ക് പതുക്കെ കുറേ തെറിക്കരുത്, സൂക്ഷിക്കുക. അങ്ങനെ കുറേശ്ശെ അതില് വെള്ളമില്ല പാത്രത്തില്. നെല്ലിക്കയുടെ വെള്ളമാണ്. നെല്ലിക്കയുടെ വെള്ളവും ഇല്ല, ഞാൻ അതൊക്കെ തുടച്ചെടുത്തതാ. പാറക്കുട്ടി ക്യാമറ മര്യാദയ്ക്ക് പിടിക്കണില്ലേ? അതെ, എന്റെ ശരീരം മുഴുവൻ ഭാഗങ്ങൾ കിട്ടുന്നില്ലേ? അതൊക്കെ ചിലപ്പോഴാ കിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞങ്ങളുടെ കൊട്ടിയിട്ടാൽ എളുപ്പമായി. ക്ഷമയില്ലേ? ക്ഷമ ആദ്യം തരാം. ഒരു പറ നെല്ലിക്ക അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തോരം നെല്ലിക്ക ഉണ്ടായിരുന്നു? ഒരു പറയാന്ന് പറഞ്ഞ കണക്കല്ലേ? അതൊരു പറയല്ല, കൃത്യമായിട്ടുള്ള കണക്ക്. എന്റെ കയ്യിലുള്ള പറയനുസരിച്ച് അത് ഒരു പറ തന്നെ ഉണ്ട്. ക്യാമറ ഓണാണോ? വലിച്ച കോമഡിയും കൊണ്ട് വരാണ്ട് മര്യാദക്ക് നെല്ലിക്ക കറി ഉണ്ടോ? എന്റെ ഈശ്വര, ഇനി ഇതങ്ങടെ മുഴുവനും കരിയിച്ചെടുക്കണം. കരിനെല്ലിക്ക ഉണ്ടാക്കാനാ പോണതേ. മുഴുനെല്ലിക്ക ഇട്ടിട്ടാ കരിനെല്ലിക്ക ഉണ്ടാക്കാം. പക്ഷെ പണ്ട് കാലത്തെ ചെറിയ നെല്ലിക്ക കിട്ടുമായിരുന്നു. ഇപ്പൊ ആന നെല്ലിക്ക അതിലും വളമായി. പണ്ടൊരു വലിയ നെല്ലിക്ക കിട്ടാൻ കൊതിക്കുമായിരുന്നു നമ്മളെ. ഇപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും അതിന് വിലയില്ല. ഇപ്പൊ വിലയില്ല, കാരണം വലിയ നെല്ലിക്ക മാത്രമേ വരണുള്ളൂ. കുഞ്ഞു നെല്ലിക്ക കിട്ടാനില്ല. അഥവാ കുഞ്ഞു നെല്ലിക്ക കിട്ടിയാൽ തന്നെ അത് കക്കായിരിക്കും, കഴിച്ചിട്ട് വേണ്ടാവില്ല. അപ്പൊ ഇനി ഇത് ഫ്രൈ ആയിട്ട് കാണിച്ചാൽ മതിയോ? സൗകര്യമില്ല, ഇത് അങ്ങോട്ട് കണ്ടിരിക്കുക. ക്ഷമയോട് കൂടി കാണാം. ഞാനും പറയുന്നത് മുഴുവൻ കേൾക്കണം. ഇതൊക്കെ നിങ്ങളുടെ വിധിയാ. ഫ്രൈ ആവട്ടെ. എന്നാ ഫ്രൈ ആവട്ടെ. കുറച്ചായി, ഇതൊന്നും പോരാ. ശരിക്കും കരിനെല്ലിക്കാന്ന് പറഞ്ഞ കറുത്ത കളർ വരണം. ഞാൻ ഇളക്കി ക്ഷീണിച്ചു ഗൈസ്. പാർവനെ ഇളക്കിയത് തന്നെ ഇത്ര നേരം. എൻ്റെ പാറക്കുട്ടി ഇളക്കി തന്നു. ഇത് പോരാ അല്ലേ? ഇതിപ്പോ നെല്ലിക്കക്കറിയുടെ പ്രായമായിട്ടുള്ളൂ. കരിനെല്ലിക്ക കുറച്ചുകൂടി പൊട്ടുണ്ടാവില്ലല്ലോ. ഇല്ല,
നിങ്ങളെ നമുക്ക് 2 ദിവസത്തേക്കല്ലേ ആവശ്യമുള്ളൂ. അതെ അത് ഞാൻ വേഗം ഉണ്ടാക്കാം. നെല്ലിക്ക വയറിന് അത്യുത്തമം. അതിങ്ങനെ തിന്നാന്നല്ലേ എണ്ണയിൽ വറുക്കാൻ. എന്റെ വയറ് കാണിക്കും, നെല്ലിക്കല്ല കാണിക്കണ്ടേ. ശരി. വയറിന് അത്യുത്തമം. വയറക്കൂടെയാണ് ക്യാമറ നെല്ലിക്കയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോ നെല്ലിക്ക അത്യാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ചേർക്കേണ്ടത് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതങ്ങോട്ട് ഇട്ടിട്ട് പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചതച്ച് വെച്ചിരിക്കുക. അതെ, ചതച്ച് വെച്ചിരിക്കുക. തീ കുറച്ചിട്ട് വേണോട്ടെ ഇതൊക്കെ ചെയ്യാൻ. ഇനി നമ്മളിതിലേക്ക് കറി ലീവ്സ്, സ്വന്തം തോട്ടത്തിലുണ്ടായ കറിവേപ്പിലാണെങ്കിൽ കുറച്ച് സ്വാദ് കൂടും. വേറൊന്നല്ല, മരുന്നടിച്ച കറിവേപ്പില അല്ലല്ലോ എന്ന് നമുക്കൊരു ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും പാറു അപ്പത്ത് നിന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല, എനിക്കറിയാം. എന്റെ അമ്മ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. തീ കുറച്ച് വെച്ചില്ലേ? തീ കുറച്ച് വെക്കണട്ടാ. ഇത് മുഴുവൻ അടി പിടിക്കും. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതുകൊണ്ടേ അവനങ്ങട് ഉരുളിയായിട്ട് അങ്ങോട്ട് കെട്ടി പിടിക്കും. ഇനി എന്താ പാറോ? ഐ, സ്വന്തമായിട്ട് അറിയണ ആളല്ലേ, സ്വന്തമായിട്ട് ചെയ്യൂ. പാറുവിനെ അറിയുമെന്ന് നോക്കണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ടെസ്റ്റ് ചെയ്യണം എല്ലാ കാര്യം. അടുത്തതായിക്കോട്ടെ, ഇനി അധികം വെച്ചോണ്ടിരുന്നതൊക്കെ തീരുമാനമാവും. ഇതെന്താ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാത്തെന്നറിയോ? പാചകം ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ണൻ ചെയ്യാതെ ചെയ്തത് സാമ്പാർ, കലാകാരന്റെ സാമ്പാർ. നമ്മൾ തിരക്കി ചെയ്താലേ പിന്നെ എന്റെ തലയിലാവും. ഞാൻ തന്നെ ചെയ്തരും മൊത്തം. പാറുവിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലുള്ളത്. പാറു ഫാൻസ്. മതി മതി മതി, തള്ളി മറക്കണ്ട. ഇനി ബാക്കി കാര്യങ്ങൾ ചേർത്താലേ ജോലി കഴിയും. പറഞ്ഞാലെന്താ എനിക്കറിയാം. ആരല്ലെങ്കിലും പറഞ്ഞു തന്നെപ്പോ. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഇനി നമുക്ക് ചേർക്കേണ്ടത് റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി. അതെ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, അതിന് നല്ല എരിവുണ്ട്, ആവശ്യത്തിന് ചേർത്താൽ മതി. നല്ല എരിവുണ്ട്, മുഴുവനിട്ടേ. അല്ല, അത് നോക്കിയിട്ട് മതി. അങ്ങനെ നോക്കണം. ഇത് മറ്റേ കളറല്ല കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. സാധാരണ പൗഡർ. മതി മതി, നോക്കിയിട്ട് മതി കേട്ടോ. നല്ല എരിവുണ്ട് കണ്ണേട്ടാ. കണ്ണേട്ടൻ തന്നെ കൂട്ടില്ല. നോക്കട്ടെ ഞാൻ. ചേട്ടൻ ബുള്ളറ്റ് കൊണ്ടുവരാൻ ചെന്നൈക്ക് പോയേക്കണു. ചേച്ചി കണ്ണൂര് കൂച്ചുപ്പിടി വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കാൻ പോയിരിക്കണു. രണ്ടുപേരും ഇവിടെ ഇല്ല. വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചാല് 2 ദിവസം കൊണ്ട് തീർത്തോളൂല്ലോ. ഒരു യഥാർത്ഥത ഉണ്ടാവില്ലേ? ആർക്ക്? ഒന്നും ചെയ്യാതിന് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വേർപ്പൊഴുക്കി. ആര് വേർപ്പൊഴുക്കി? വേർപ്പൊഴുക്കി കട്ട പേട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞൂടെ. ഉപ്പൊന്ന് നോക്കണേ, കാരണം നമ്മള് ഉപ്പിട്ട് വെച്ചതാണെങ്കിൽ പോലും ചിലപ്പോ ഒത്തിരി വേണ്ടി വരാം. ഒരു കഷ്ണം കഴിച്ചു നോക്കൂ, ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കൂ. അത് നോക്കി നല്ല മുളക് പൊടി. അതാ ഞാൻ പറഞ്ഞ, മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അയ്യോ, എരിവ് ഭയങ്കര ഉണ്ടല്ലോ. അത് ഇരുന്ന് കഴിയുമ്പോ ഉള്ളിലേക്ക് പിടിച്ചു കഴിയുമ്പോ ശരിയാവും. ഉപ്പ് വേണം ഇത്തിരി കൂടെ. ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. വെച്ചോളൂ. ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാറു ഇനി പണിയെടുപ്പില്ല എന്നാണ്. പാറുവിന്റെ കൈകൾ ഇതിന്റെ പിറകിലുണ്ട്. ഒന്നും കൂടെ പറയൂ. പാറു ഇനി പണിയെടുത്തില്ല എന്ന് വേണ്ട, പാറുവിന്റെ കൈകൾ ഇതിന്റെ പിറകിലുണ്ട്. വെളുത്ത കൈകൾ. ഭയങ്കര എളുപ്പമായി. റെഡി റെഡി. നെക്സ്റ്റ് കായം പൊടി ആൻഡ്
ആ, കണ്ടോ കണ്ടോ പറയൂ. സത്യാവസ്ഥ. എന്തുട്ടാ? എന്തുട്ടാ പറയൂ. കായംപൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാ? അല്ല ഉലുവപ്പൊടി, സോറി. ഒന്നും കൂടെ പറയൂ, ഒന്നും കൂടെ പറയൂ. കോഫി അടി പിടിച്ചു തുടങ്ങി. ഇല്ല, കായംപൊടി ഉലുവപ്പൊടി. ഉലുവ നമ്മളിവിടെ വറുത്ത് പൊടിച്ചതാണ്, കായം പൊടിയായിട്ട് മേടിച്ചതാട്ടോ. അതങ്ങോട്ട് ചേരുമ്പോഴേ അതിന്റെ വാസനയോട് വരിക സൂപ്പറായിട്ട്. ഇത് നമ്മൾ വിനീഗർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാത്തതാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇത് പണ്ട് കാലത്ത് ആചാരപരമായിട്ടുള്ള അന്ന് വിനീഗറൊന്നും ഇല്ല. വിനീഗറൊക്കെ ഇപ്പോഴത്തെ fashion അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഇത്തിരി കയറ്റിയിടുന്നത്. ഉപ്പ് കയറ്റിയിടുമ്പോ കേടാവില്ല എന്നുള്ളതാണ് ശാസ്ത്രം. ആ തറവാട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന എങ്ങനെ? അതെ അതെ, അന്ന് നമ്മുടെ വീട്ടിലൊന്നും വിനീഗർ എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്ത് വെക്കണമെങ്കിലും വിനാഗിരി. എല്ലാ ഉപ്പിലിട്ടതിലും ഇപ്പൊ വിനീഗറിന്റെ ടേസ്റ്റ് ആണ് കേറി നിൽക്കുക. കണ്ടോ? ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം കരിനെല്ലിക്ക എന്ന് പറയുമ്പോ കേട്ടോ. ഓ പോയി. നിങ്ങളെ ഞാനുണ്ടല്ലോ, ഇനി ഇത് സിമ്മിൽ കിടന്നിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ആവാം. മുഴുവൻ നെല്ലിക്ക വെച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് സംഭവം വരിക. വലിയ നെല്ലിക്കാകുമ്പോ പാടാണ് മുഴുവൻ നെല്ലിക്ക ചെയ്യാൻ. എന്റെ അമ്മ എന്തെന്ന് കാണിക്കോ? എന്റെ സൗന്ദര്യം കാണട്ടെ അല്ലേ? ഭയങ്കര. അപ്പോ ഇതാണ് കരി നെല്ലിക്ക, കറി നെല്ലിക്ക, എന്ത് വേണമെങ്കിലും പറയാം. നോക്കൂ, സൂപ്പർ അല്ലേ? ഇത് കുറച്ചും കൂടി നമ്മൾ ഇന്ന് ഇളക്കി ഒന്ന് കറുപ്പിച്ചെടുക്കണം. എനിക്ക് മതിയേ ക്ഷമിച്ചു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ കുറച്ച് നേരം കൂടി ഇല്ല, അതിപ്പോ ഞാന് സിമ്മിലിട്ടോളാം ചേട്ടാ. ശരിയാക്കി കഴിയും. അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, എന്നെ സ്നേഹിച്ചതിന്, കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്, ഷെയറുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്റെ ചങ്കേ ലവ് യു ആർ. താങ്ക് യു. നാളെ കാണാം പുതിയ വീഡിയോ. എന്താ ഇങ്ങനെ ഇരിക്കണേ? നീ നെല്ലിക്ക ഉണ്ടാക്കിയത് കണ്ടില്ലയോ? ഇല്ലേ? കണ്ടു 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 കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. നല്ല സാധനം ഉണ്ടോ? ഉണ്ട് ഉണ്ട് എന്ത് നോക്കിയില്ലല്ലോ. നോക്കിട്ട് പറയാം. ആ അങ്ങനെ ഓക്കെ. നാളെ പുതിയ വീഡിയോയിൽ കണ്ട് കാണാം. നമസ്തേ. നെല്ലിക്ക ഉണ്ടാക്കി കഴിഞ്ഞു. ആ നെല്ലിക്ക ഉപ്പിലിട്ടതും കൂട്ടി ചോറ് തരാട്ടാ. ചോറ് വരുമ്പോൾ 2 എണ്ണം നിനക്കും തരാം. ഇഷ്ടമാണോ രൂപയ്ക്ക്? തരാട്ടാ. നാളെ വീഡിയോയിൽ വീണ്ടും കാണാം. ആ നമസ്തേ പറഞ്ഞ, നമസ്തേ പറഞ്ഞാണോ അത്? അറ്റ് ലാസ്റ്റ് നമ്മുടെ കരിനെല്ലിക്കതാ ഇങ്ങനെയായി. സൂപ്പറാ സൂപ്പർ.